Good morning. Today going to talk about type of product. Marketing management 11th unit ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ്. 2 types of product ആണ് മെയിൻലി കൺസിഡർ ചെയ്യുന്നത്, കൺസ്യൂമർ പ്രൊഡക്റ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്. Consumer product are those items which are used by ultimate consumer or household and they can be used without further commercial and engineering product. കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഫർദർ കൊമേഴ്സിലോ എഞ്ചിനീയറിങ്ങിലോ പ്രോസസ്സിനോ ഉപയോഗിക്കാത്തത്. അതാണ് കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ. കൺവീനിയൻറ്റ് പ്രൊഡക്റ്റ്, സച്ച് പ്രൊഡക്റ്റ് ഇംപ്രൂവ് എൻഹാൻസ് യൂസേഴ്സ് കൺവീനിയൻസ്. കൺവീനിയൻസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസേഴ്സിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ. ദേ ആർ ഫ്രീക്വൻ്റ്ലി റിക്വയർഡ്, ക്യാൻ ബി ഈസിലി പർച്ചേസ്ഡ്. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതാണ്, നമ്മൾ ഇടയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. സോപ്പ്, ബിസ്ക്കറ്റ്, ടൂത്ത് പേസ്റ്റ്, റേസർ, ഷേവിംഗ് ക്രീം, ന്യൂസ് പേപ്പർ, അതൊക്കെ അതിൽ പെടുന്നതാണ്. അതായത് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ കൺവീനിയൻറ്റ് പ്രൊഡക്റ്റ് ആർ ഗുഡ്സ് ദാറ്റ് കസ്റ്റമേഴ്സ് യൂഷ്വലി പർച്ചേസ് ഫ്രീക്വൻ്റ്ലി ഇമ്മീഡിയറ്റ്ലി വിത്ത് മിനിമം എഫേർട്ട്. പ്രത്യേകിച്ച് ഒരുപാട് ചെക്കിംഗ് ഒന്നും ഒരുപാട് കൺസിഡർ ഒന്നും ചെയ്യാതെ നോക്കി പരിശോധിച്ച് അങ്ങനെയല്ലാതെ നമ്മൾ മിനിമം എഫേർട്ട് എടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങണം. പ്രത്യേകിച്ച് ടൈമൊന്നും സ്പെൻഡ് ചെയ്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആ പ്രൊഡക്റ്റ് എവിടെയാണ് അവൈലബിൾ ആവണേ അങ്ങനെയുള്ള ഡീറ്റെയിൽ സ്റ്റഡിയൊന്നും നടത്താതെ ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് കൺവീനിയൻറ്റ് പ്രൊഡക്റ്റാണ്. അതായത് നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളൊക്കെ കൺവീനിയൻ്റ് ആയിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് ഷോപ്പിംഗ് പ്രൊഡക്റ്റ്. These products require special time and stocking effort. Then purchased purposefully from special shops or markets. Quality, price, brand, fashion, style, glitter, color. ഇവിടെ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ കുറച്ച് സമയവും എഫേർട്ടൊക്കെ എടുത്തിട്ട് ഷോപ്പിംഗ് എഫേർട്ടൊക്കെ എടുത്തിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ക്വാളിറ്റി നോക്കും, പ്രൈസ് നോക്കും, ബ്രാൻഡ്, ഫാഷൻ, സ്റ്റൈൽ, അതൊക്കെ നോക്കും. അതിന് വേണ്ടിയിട്ട് കൺസ്യൂമർ ടൈം ഇൻ മേക്കിംഗ് സെലക്ഷൻ ഓഫ് ദോസ് ബിഫോർ ദേ ബൈ. വാങ്ങുന്നതിന് മുമ്പ് നമ്മളത് സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും അത്? ഫർണിച്ചർ ഐറ്റംസ്, ഡ്രസ് മെറ്റീരിയൽസ്, ഷൂസ്, ഹൗസ് ഹോൾഡ് അപ്ലയൻസ് ആർ എക്സാമ്പിൾ ഓഫ് ഷോപ്പിംഗ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് വരുന്ന ഡ്യൂറബിൾ പ്രൊഡക്റ്റ്. ഡ്യൂറബിൾ പ്രൊഡക്റ്റ് ക്യാൻ ലാസ്റ്റ് ഫോർ ലോങ് പീരീഡ്, ക്യാൻ റിപ്പീറ്റ്ലി യൂസ്ഡ് ഓൺലി 1 or more persons. അത് എന്താണ്? കുറേ കാലം നിൽക്കുന്നതാണ്. അത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന സാധനമല്ല. ഒരു സെർട്ടൺ പീരീഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സാധനം വീണ്ടും പർച്ചേസ് ചെയ്യുന്നത്. ടെലിവിഷൻ, കമ്പ്യൂട്ടർ, റെഫ്രിജറേറ്റർ, ഫാന്, ഇലക്ട്രിക് ആൻഡ് വെഹിക്കിൾസ്, അതൊക്കെ നമ്മൾ ഡ്യൂറബിൾ ഗുഡ്സാണ്. അതിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും? ബ്രാൻഡ്, കമ്പനി ഇമേജ്, പ്രൈസ്, ക്വാളിറ്റി, ഫീച്ചേഴ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇൻസ്റ്റാളേഷൻ ഉണ്ടോ, ഹോം ഡെലിവറി ഉണ്ടോ, റിപ്പയറിങ്, ഗ്യാരണ്ടി, വാറണ്ടി ഒക്കെ കൺസിഡർ ചെയ്യും. അതാണ് ഡ്യൂറബിൾ ഗുഡ്സ്. നെക്സ്റ്റ് വരുന്നതാണ് നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലൈഫുള്ള പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും. ആഫ്റ്റർ ദേ മാനുഫാക്ചർ ചെയ്ത് കുറച്ച് സമയത്തിനുള്ളിൽ ഉപയോഗിക്കും. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ചീസ്, മിൽക്ക്, അങ്ങനെയുള്ളതൊക്കെ നോൺ ഡ്യൂറബിൾ നേച്ചറാണ്. ദേ ആർ ഓൾസോ നോൺ ആസ് കൺസ്യൂമബിൾസ് എന്ന് കൂടി പറയാറുണ്ട്. നോ ബ്രാൻഡഡ്, പ്രത്യേകിച്ച് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും അത്രയധികം ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഫർദർ പ്രോസസ് ദ പ്രൊഡക്റ്റ്. ഇത് മാനുഫാക്ചറിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഇൻപുട്ടുകളാണ്. അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? മാനുഫാക്ചർ ചെയ്ത് പുതിയ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. അതിന് ശേഷമാണ് അത് കൺസ്യൂമർ പ്രൊഡക്റ്റായിട്ട് മാറുക. സംടൈംസ് സം പ്രൊഡക്റ്റ് ആർ ബോത്ത് ഇൻഡസ്ട്രിയൽ ആസ് വെൽ ആസ് കൺസ്യൂമർ പ്രൊഡക്റ്റ് ഉണ്ട്. മെഷീനറി, കെമിക്കൽസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കും. എന്ത് ചെയ്യും? പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കും. ഇലക്ട്രിസിറ്റി, പെട്രോളിയം പ്രൊഡക്റ്റ്, ഷുഗർ, ക്ലോത്ത്, വീറ്റ്, അതൊക്കെ നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. മെറ്റീരിയൽസായിട്ട്, റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. അതാണ്. നെക്സ്റ്റ് വരുന്നത് രണ്ടും രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുക എന്ന് മാത്രം. ഇലക്ട്രിസിറ്റി, സിമെൻറ്റ്, പെട്രോൾ, കോളൊക്കെ നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റിലും കാര്യത്തിലൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇനി അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന് ഫസ്റ്റ് വരുന്ന റോ മെറ്റീരിയൽ. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് മിക്കപ്പോഴും അത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയിരിക്കും. മിനറൽസ് ഒക്കെ ആയിരിക്കും. അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, വീറ്റ്, കോട്ടൺ, ടൊബാക്കോ, എനിമൽ പ്രൊഡക്റ്റ്, എഗ്ഗ്, മിൽക്ക്, അതൊക്കെയാണ് റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫാബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽ ഓർ ആൻഡ് പാർട്ട്. ഫാബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽ ആൻഡ് പാർട്സ് ആർ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ദീസ് ഗുഡ്സ് അണ്ടർഗോൺ മാനുഫാക്ചർ പർപ്പസിന് വേണ്ടി ഫർദർ പ്രോസസ്സിംഗ് നീഡ് കമ്പൈൻഡ് വിത്ത് മെറ്റീരിയൽ. അതായത് ഫർദർ പ്രോസസ്സിന് വേണ്ടി ചിലപ്പോൾ അത് സംടൈംസ് മാനുഫാക്ചറിങ് പർപ്പസിന് വേണ്ടി ഫർദർ പ്രോസസ്സ് ചെയ്യും. അല്ലെങ്കിൽ അത് കമ്പൈൻ ചെയ്യുകയാണ്, അസംബിൾ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിനെ എത്തിക്കാനായിട്ട് മുമ്പ്. അങ്ങനെയുള്ളതാണ് ഫാബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽ ആൻഡ് പാർട്സ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വരുന്നത് എക്യുപ്മെൻറ്റ് ഫെസിലിറ്റീസ് മാനുഫാക്ചർ കനോട്ട് ബി പാർട്ട് ഓഫ് പാർസൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻസ്റ്റാളേഷൻ, അതായത് ടൈം ക്ലോക്ക്, കമ്പ്യൂട്ടർ, കൺവേയേഴ്സ്, ഷാർപ്പനേഴ്സ്, സ്ക്രൂ ഡ്രൈവേഴ്സ്, അതൊക്കെ എന്താണ് എക്യുപ്മെൻറ്റ്സ് ആണ്. അത് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടിയിട്ടും കൺസ്യൂമർ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കും, പക്ഷേ കൂടുതലായിട്ട് ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. നെക്സ്റ്റ് ഇൻസ്റ്റാളേഷൻ. എക്യുപ്മെൻറ്റ് മേജർ മെഷീനറി, മെയിനായിട്ടുള്ള ഇൻഡസ്ട്രിയിലെ മെഷീനറിയാണ് ഇൻസ്റ്റാളേഷൻ എന്ന്. റിപ്പീറ്റഡ് യൂസേജ് ടു വെയർ ആൻഡ് ടയർ, അത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ വെയർ ആൻഡ് ടയർ സംഭവിക്കും. ഒരു വെരി കോസ്റ്റ്ലി ഇനഫ് ഗുഡ് ഡിസൈൻ ടു പ്രൊഡ്യൂസ് അഗെയിൻസ്റ്റ് അതർ ടു മീറ്റ് സ്പെഷ്യൽ നീഡ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ പർച്ചേസർ. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് സപ്ലൈസ്. ഓപ്പറേറ്റിംഗ് സപ്ലൈസ് മീൻ ദ ഗുഡ്സ് ആർ യൂസ്ഡ് ബൈ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡ്യൂസർ വിത്ത് എ വ്യൂ ടു പ്രൊവൈഡ് വെച്ചിട്ടോ ഓപ്പറേഷൻ മെഷീൻ, അതായത് ഇത് മെഷീൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ല, അതല്ലാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓഫീസിൽ ഉപയോഗിക്കുന്ന സീല്, പേപ്പർ, പെന്ന്, അതിലുപയോഗിക്കുന്ന ഇങ്ക്, അങ്ങനെയുള്ള അതൊരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല. അപ്പോൾ സീലടിക്കാൻ ഉപയോഗിക്കുന്ന ഇങ്ക്, അതുപോലെ തന്നെ പ്രിൻ്ററിൽ ഒഴിക്കുന്ന ഇങ്ക്, അങ്ങനത്തെ സാധനങ്ങൾ. അതേപോലെ തന്നെ ക്ലീനിങ്ങിന് ഉപയോഗിക്കും. അത് ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ പ്രൊഡക്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പോൾ ക്ലീനിങ് പ്രൊഡക്റ്റുകൾ നമ്മൾ കുറേയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സപ്ലൈസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.